ആലുവയിൽ ഓടിളക്കി വീടിനകത്ത് കയറി ആക്രമണം. ഭാര്യാമാതാവിനും ഭാര്യയുടെ സഹോദരിക്കുമെതിരെയാണ് ആക്രമണം നടത്തിയത്. ഓടിളക്കി വീടിനകത്ത് കയറി ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി രാജീവിനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ ലൈഫ് കളഞ്ഞിട്ട് നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോളെ വിടുന്നു പറഞ്ഞ അവൻ്റെ കൈമ കയറി പിടിച്ചപ്പോഴത്തേക്ക് അവൻ വേഗം എൻ്റെ മുടിക്കുത്തിന് ചുറ്റി പിടിച്ച് പിന്നെ എന്ത് വെച്ചാണ് എൻ്റെ തലക്കടിച്ചതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഒരു കണക്കിന് ഞാൻ വിട്ടു. അപ്പോഴത്തേക്ക് ഉമ്മച്ചി വന്ന് എൻ്റെ ഉമ്മച്ചിയും വന്ന് കയറി പിടിച്ചു. ഉമ്മച്ചീനെയും അവൻ തല്ലി, എൻ്റെ മോളെയും തല്ലണ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നെഞ്ചിന് പിടിച്ച് എൻ്റെ പിടിച്ച് ഇടിച്ച് ഒരൊറ്റ ഇടി തന്നപ്പോൾ ഞാൻ താഴത്തേക്ക് വീണുപോയി. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, വീട് കയറിയുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ജയലക്ഷ്മി, അതായത് ഖദീജ എന്ന് പറയുന്ന ആൾക്ക് 3 പെൺമക്കളാണ്. അതിൽ മൂത്ത മകളുടെ ഭർത്താവാണിപ്പോൾ പുലർച്ചെ ആലുവ പൈപ്പ് ലൈനിലുള്ള വീടിന്റെ ഓടിളക്കി വീടിനകത്ത് കയറുകയും ആ വീട്ടിലുണ്ടായിരുന്ന 3 സ്ത്രീകളുണ്ടായിരുന്നു. ഖദീജ എന്ന് പറയുന്ന ആൾ, അവരുടെ ഇളയ മകൾ, അതോടൊപ്പം തന്നെ അവരുടെ പ്രായം കൂടിയ ഒരു വയസ്സായ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു, ബന്ധു കൂടിയായ. ഈ 3 പേർക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു. അതിൽ ഖദീജയുടെ തലയ്ക്കാണ് ചുറ്റിക വെച്ച് അടിച്ചത്. തലയിൽ മുറിവേറ്റ പാടുകളുണ്ട്. ഒപ്പം തന്നെ ഇളയ മകളുടെ മൂക്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് ദണ്ട് വെച്ച് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മൂക്കിന് ചെറിയ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ മൂത്ത മകളുമായി വിവാഹം നടത്തിയെങ്കിലും അതിനുശേഷം ഇയാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പരാതി. അതുകൊണ്ട് തന്നെ ആ വിവാഹം വേർപിരിക്കുന്നതിനുള്ള ചില നിയമ നടപടികൾ കുടുംബം സ്വീകരിച്ചു വരികയായിരുന്നു. അതിലുള്ള ഒരു പ്രകോപനമാകാം ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. ആലുവ ഈസ്റ്റ് പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു പരിക്കേറ്റ 2 പേരും ഇപ്പോൾ ചികിത്സയിലാണ്. തിരുവനന്തപുരം സ്വദേശിയായ രാജീവാണ് ഇങ്ങനെ വീടിനകത്ത് കയറി ഭാര്യ മാതാവിന് നേരെയും ഭാര്യയുടെ ഇളയ സഹോദരിക്ക് നേരെയും ആക്രമണം നടത്തിയത്. ചുറ്റുകയും കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ടും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്.